ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്കറിയാം, ഏതൊരു മിലിറ്ററി ക്യാമ്പയിനിലും, അതായത് എല്ലാം ആരംഭിക്കുന്നത് എയർ ക്യാമ്പയിനിലായിരിക്കും തുടക്കം. എന്നുവെച്ചാൽ ഇപ്പം എയർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വ്യോമാക്രമണങ്ങളിലായിരിക്കും തുടങ്ങുന്നതാണ്. അതിനിപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരെപ്പോഴും അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ അമേരിക്ക മാത്രമേ ഉള്ളൂ, മറ്റു രാജ്യങ്ങളൊന്നും അതിന് ശ്രമിക്കുന്നില്ല. കാരണം അവരാണല്ലോ മറ്റു രാജ്യങ്ങളിലെ ഭരണം മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രോക്സികളെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയും സിൽവറുകൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അമേരിക്ക മാത്രമാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വമുള്ള വെസ്റ്റേൺ സംവിധാനങ്ങൾ മാത്രമാണ്. മറ്റു രാജ്യങ്ങളൊന്നും തന്നെ നമുക്കിതുവരെ അങ്ങനെയുള്ള പരിപാടിയിൽ ഏർപ്പെട്ടതായിട്ട് നമുക്കറിയത്തില്ല. ലോകത്ത് മറ്റൊരു രാജ്യം തന്നെ എന്നുവെച്ചാൽ പവർഫുള്ളായിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ റഷ്യ ആയാലും ഈവൻ ചൈന ഇപ്പോഴത്തെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ചൈനയൊന്നും അങ്ങനെയുള്ള ഏർപ്പാടുകൾ തീർച്ചയായിട്ടും വലിയ രീതിയിലൊന്നും ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈന അവരെയുള്ള ചില ലൊട്ടിലൊക്കെ പരിപാടികൾ കാണിക്കുന്നതല്ലാതെ ലോകത്തിൻ്റെ ഈ ഒരു റീജിയൻ വിട്ട് മറ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെ ഒരിക്കലും ചൈനയോ അല്ലെങ്കിൽ ഈവൻ ഇന്ത്യയോ ഈവൻ റഷ്യ പോലും തീർച്ചയായിട്ടും ഈ റെജീം ചേഞ്ച് എന്നുള്ള പരിപാടിയിൽ നിന്നും ഒരിക്കലും ഏർപ്പെട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അമേരിക്കയാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഏർപ്പെടുന്നത്. പല രാജ്യങ്ങളിലും, അത് ലാറ്റിൻ അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും. പിന്നെ ആഫ്രിക്കയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. കാരണം പൊതുവേ നമ്മൾ കാരണം ജിയോ പൊളിറ്റിക്സ് ഇതുപോലുള്ള വിഷയങ്ങൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ പല രാജ്യങ്ങളിലെയും പല വിഷയങ്ങൾ നമ്മൾ അത്രയ്ക്ക് പോപ്പുലറായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അവിടെ ഇതുപോലുള്ള ഈ പറഞ്ഞ വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ തന്നെ ഭയങ്കര ഒരു കളികൾ നടക്കുന്ന ഒരു പ്ലേയിങ് ഫീൽഡാണ്, ഗെയിം നടക്കുന്ന വലിയൊരു ടർഫാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പൊതുവേ കേൾക്കുന്ന മിഡിൽ ഈസ്റ്റ്, ഇപ്പം യുക്രൈൻ റഷ്യ വാർ, സെൻട്രൽ ഏഷ്യ ഇതുപോലുള്ള സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇതുപോലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. സൗത്ത് ഏഷ്യ, പിന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന റീജിയൻ, പിന്നെ സെൻട്രൽ ഏഷ്യ, നോർത്തേൺ ആഫ്രിക്ക ഇതുപോലുള്ള ഏരിയാസിലൊക്കെ എന്നുവെച്ചാൽ സുഡാൻ, സൊമാലിയ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വരുന്ന ഏരിയാസിനെ കുറിച്ചുള്ള ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ വാർത്തകളൊക്കെ തന്നെ നമ്മൾ പൊതുവെ കേൾക്കുകയും ചർച്ച ചെയ്യപ്പെടുന്നല്ലോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇവിടെ വിഷയം എന്നല്ല, അമേരിക്ക ഈ പൊതുവെ അവരുടെ ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്ന ഒരു പിന്നെ അവരുടെ പരിപാടിയിൽ ആദ്യം അവർ എയർ ക്യാമ്പയിനാണ് ആരംഭിക്കുന്നത്. എയർ ക്യാമ്പയിൻ ആരംഭിച്ച് കുറേ കഴിഞ്ഞിട്ട് പിന്നെ കാരണം എയർ ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഈ പറഞ്ഞ അവരുടെ ലക്ഷ്യം നേടാൻ സാധിക്കത്തില്ല എന്ന് അറിയാം. അതിനുശേഷം അവർ ഗ്രൗണ്ട് ഇൻവേഷൻ, ഗ്രൗണ്ട് ട്രൂപ്സിനെ ഇറക്കിയിട്ട് ആണ് തീർച്ചയായിട്ടും പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുകയാണെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കുകയോ അല്ലെങ്കിൽ അത് പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടുക അതിൻ്റെ വഴിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയും ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെയാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് ആദ്യമേ പറയട്ടെ, അത് ചീറ്റിപ്പോയി, 8 നിലയിൽ പൊട്ടിയെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത് വളരെ ചീറ്റിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇപ്പോൾ 1 മാസത്തോളം ആയി യുദ്ധം തുടങ്ങിയിട്ട്. ഫെബ്രുവരി 28 തുടങ്ങി മാർച്ച് 28 കഴിഞ്ഞ് ഒരു മാസവും ഇപ്പോൾ 2ാമത്തെ ദിവസങ്ങളാണ്. അപ്പോൾ ട്രംപിൻ്റെ പിന്നെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെനിസ്വേലയിൽ നേടിയ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ചുളുവിന്, കാരണം അവിടെ പിന്നെ ഇതുപോലുള്ള യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, അവിടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ കൂടെ പെട്ടെന്ന് തന്നെ അവിടെ കാര്യങ്ങൾ സാധ്യമാക്കി ട്രംപിൻ്റെ അമേരിക്കയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു വിഷയം. ഇവിടെ അതുപോലെ തന്നെ ഇറാൻ്റെ മേലും ഇതുപോലുള്ള ഷോക്ക് ആൻഡ് ഓവ് എന്ന് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഇസ്രായേലും അമേരിക്കയും കൂടെ ഒരു ബോംബ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു എയർ ക്യാമ്പയിൻ നടന്നിട്ട് അവരുടെ ലീഡർഷിപ്പിനെ ഡീക്യാപിറ്റേറ്റ് ചെയ്തിട്ട് അവരെ പിന്നെ ഈ ഇറാൻ്റെ ഭരണം ഇവരുടെ കൈകളിലാക്കാം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ട്രംപിനും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളത്. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഇസ്രായേലിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ എനർജി, ഓയിൽ ട്രംപിൻ്റെ കയ്യിലാകും. പിന്നെ ട്രംപ് പറയുന്ന പോലെ അമേരിക്ക പറയുന്ന പോലെ ആയിരിക്കും എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ചൈനയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ളൊരു ബാർഗെയിൻ നടത്താം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. എന്ന് വെച്ചാൽ ചൈനയിൽ ട്രംപ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനിയും വരുന്ന അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ ട്രംപ് ചൈനയിൽ വിസിറ്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ പ്രസിഡൻറ്റുമായിട്ട് ഈ ഒരു, കാരണം ഇറാൻ്റെ ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയാണല്ലോ തീർച്ചയായിട്ടും. വെനിസ്വേല എന്നുള്ള ഓയിൽ കട്ടായിപ്പം, കാരണം അതിനിപ്പോൾ അമേരിക്ക പറയുന്ന പോലെ വെനിസ്വേലൻ ഓയിൽ ഒഴുകത്തുള്ളൂ.
അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ്റെ ഓയിലിൻ്റെ മുകളിൽ അവർക്ക് നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവായിട്ടുള്ള ചൈനയ്ക്ക് ട്രംപ് പറയുന്ന പോലെ, അമേരിക്ക പറയുന്നിട്ട് മാത്രമേ ഓയിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ റേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. അപ്പോൾ അങ്ങനെ ചൈനയെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഈ പറഞ്ഞ ഈ എയർ ക്യാമ്പയിൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ വളരെ ലിമിറ്റഡ് മീൻസ് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യോമാക്രമണത്തിൽ കൂടെ ഇറാനിൽ സർവനാശം വിതച്ചിട്ട് അവരുടെ ഭരണത്തെ അട്ടിമറിച്ച് തീർച്ചയായിട്ടും അതിനെ ടേക്ക് ഓവർ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ട്രംപും കൂട്ടരും. പക്ഷേ അത് പരാജയപ്പെട്ടു. എന്നിട്ട് ചൈനയ്ക്കെതിരെ ഈ പറഞ്ഞ ബാർഗൻ എന്ന് എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓയിൽ ട്രംപിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ ബാർഗൻ ചെയ്യാൻ. ഇപ്പം നമുക്കറിയാം ഈ ചൈനയും യു എസും തമ്മിലുള്ള ട്രേഡ് വാറിൽ യു എസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ഈ വളരെ ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ട്. ഇപ്പം റെയർ എർത്ത് അതുപോലുള്ള ക്രിട്ടിക്കൽ മിനറൽസൊക്കെ തന്നെ, ടങ്സ്റ്റൺ ഇതുപോലുള്ള ഒത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്നുവെച്ചാൽ അമേരിക്കയുടെ മിലിറ്ററി, സ്പേസ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈവൻ സെമി കണ്ടക്ടർ ഇതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് കിട്ടിയാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അമേരിക്കയുടെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല, പക്ഷേ റോ മെറ്റീരിയൽസ് വേണം. കാരണം ടെക്നോളജി വേറെ, റോ മെറ്റീരിയൽ വേറെ. അപ്പം ചൈന ഓൾറെഡി ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എക്സ്പോർട്ട് കൺട്രോൾ ചൈന ഈ പറഞ്ഞ ട്രേഡ് വാറിൽ അമേരിക്കയ്ക്ക് ഇത് ഡിനേ ചെയ്തിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇത് ഡിനേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് കൺട്രോൾ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ മിലിറ്ററി, ഇപ്പം അഡ്വാൻസ് ആയിട്ടുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, പ്ലാറ്റ്ഫോംസ്, വെപ്പൺസ് ഒന്നും ഈ പറഞ്ഞ സാധനം ചൈനയിൽ നിന്ന് കിട്ടാതെ അവർക്ക് നിർമ്മിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഓയിൽ, ഇറാൻ്റെ ഓയിൽ ഹൈജാക്ക് ചെയ്ത് അതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ ഓയിൽ വെച്ചിട്ട് ചൈനയായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ഈ പറഞ്ഞ വഴി ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈ ചെയിൻ അമേരിക്കയിലേക്ക് തുറന്ന് കിട്ടും, അല്ലെങ്കിൽ അത് മേടിക്കാമെന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയാണ് ട്രംപിനുണ്ട്. പക്ഷേ അതിൽ ഇന്ന് 32 ദിവസമായ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും ട്രംപിൻ്റെ ആ ഒരു ലക്ഷ്യം നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇതിലുള്ള ഈ പൊതുവെയുള്ള യുദ്ധത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇറാൻ ശക്തമായിട്ട് തന്നെ അവരുടെ പ്രത്യാക്രമണങ്ങളും റീറ്റാലിയേഷനൊക്കെ തന്നെ അമേരിക്കൻ, ഇസ്രായേൽ ടെൽ അവീവിൽ പ്രത്യേകിച്ച് ഇറാൻ വളരെ ശക്തമായിട്ടുള്ള അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ടെൽ അവീവിലാണ്. ജെറുസലേമിലല്ല, ഈവൻ ഹൈഫയിലും വളരെ സ്പൊറാഡിക്കായിട്ടുള്ള ഇൻസിഡൻസ് അവരുടെ അറ്റാക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ടെൽ അവീവിലാണ് ഇറാൻ്റെ മൊത്തം അറ്റാക്കിൻ്റെ കോൺസെൻട്രേഷൻ നടക്കുന്നത്. ഓക്കെ, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇസ്രായേലിനെതിരെ ഈ പറഞ്ഞ ഗൾഫിലെ ഈ GCC രാജ്യങ്ങൾക്കെതിരെയൊക്കെ തന്നെ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ. അപ്പോൾ ഇത് ഈ പറഞ്ഞ എയർ ക്യാമ്പയിൻ കൊണ്ട് മാത്രം അവരുടെ ലക്ഷ്യം നേടത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ട്രംപ് ഈ കരയുദ്ധം ആരംഭിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇൻവേഷൻ, ലാൻഡ് ഇൻവേഷൻ, അല്ലെങ്കിൽ ട്രൂപ്സിനെ ഇറക്കിയിട്ട് പറഞ്ഞ പോലെ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും ഇറാൻ്റെ മിലിറ്ററി കപ്പാസിറ്റിയും എന്തായാലും US ഇൻവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം എന്തായാലും 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ മാക്സിമം 50,000 ട്രൂപ്സിനെ മാത്രമേ അവർക്ക് എന്തായാലും ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 50,000 വളരെ നമുക്കറിയില്ല എത്രത്തോളം ട്രൂപ്പിനായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയ്ക്കും അമേരിക്കൻ സഖ്യത്തിനും അത് സക്സസ്ഫുള്ളായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യുദ്ധം തുടങ്ങിയപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ സ്വാഗതം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം അമേരിക്കയെ സംബന്ധിച്ച് വളരെ ഇമിനൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുവിടാൻ പറ്റാത്ത കരയുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് ഇറാൻ ഓൾറെഡി അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇറാൻ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് UAE ആണ്. ഇറാൻ പറയുന്നത് അമേരിക്ക ലാൻഡ് ഇൻവേഷൻ നടത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സഹായം അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് UAE ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും UAE ഇതുവരെ കണ്ട ആക്രമണങ്ങളൊന്നും ആയിരിക്കത്തില്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് ദുബായ്, അബുദാബി ഈ പറഞ്ഞ 2 സിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ട് സർവനാശം വിതയ്ക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇറാന് ആദ്യം മുതലേ നമുക്കറിയാം ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്തിട്ടുള്ളത് UAE ആണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം UAE ആണ് എബ്രഹാം അക്കോർഡിൽ
GCC രാജ്യങ്ങൾ ബഹ്റൈൻ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ UAE ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നേറ്ററി എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ മിഡിൽ ഈസ്റ്റിലെ പരിപാടികൾക്ക് കൂട്ടു നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ സൗദി ഇതിനകത്തിൽ പങ്കെടുത്തിട്ടില്ല എബ്രഹാം അക്കോർഡിൽ. സൗദി ഏകദേശം ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് തൊട്ട് മുമ്പ് വരെ ഏകദേശം ഇതിനകത്തിൽ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടികളൊക്കെ വളരെ അടുത്ത് വന്നതാണ്. പക്ഷേ ഈ ഒരു ഹമാസിൻ്റെ ഒരു ടെറർ അറ്റാക്കിന് ശേഷം പിന്നീട് ഇസ്രായേൽ അവിടെ നടത്തിയിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റിലെ പിന്നെ ഗാസയിലും മറ്റും നടത്തിയിട്ടുള്ള ഈ ആക്രമണങ്ങൾ കാരണം സൗദി പിന്നെ അതിനുശേഷം ഇതിനകത്തിൽ പങ്കുചേരാൻ വേണ്ടി എബ്രഹാം അക്കോർഡിൽ പങ്കുചേരാൻ വേണ്ടിയുള്ള ആ ഒരു പരിപാടി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം സൗദിനകത്തിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കുമായിരുന്നു. കാരണം ഇതിനകത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞൊരു ട്രാപ്പാണ്. കാരണം ട്രാപ്പിൻ്റെ ഫലമാണ് ഇപ്പോൾ UAE അനുഭവിക്കുന്നത്. കാരണം നമുക്കറിയാം UAE പോലുള്ള രാജ്യങ്ങളിൽ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒട്ടനവധി ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുകയും ജീവിതമാർഗം തേടുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു അറ്റാക്കിനെ എക്സ്പോസ്ഡ് ആവുന്ന വിധത്തിലുള്ള നയങ്ങൾ അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ലോജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കെല്ലാം ഇഷ്ടമുള്ള രാജ്യമാണ് UAE. കാരണം ദുബായ് ആയാലും അബുദാബി ആയാലും എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ രാജ്യത്തുനിന്നും നമ്മുടെ സംസ്ഥാനത്തുനിന്നൊക്കെ തന്നെ ഒട്ടനവധി ലക്ഷക്കണക്കിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി ജോലി ചെയ്യുകയും ഒക്കെ തന്നെ ബിസിനസ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് UAE. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് UAE ആയാലും മറ്റ് GCC നേഷൻ സൗദി ആയാലും ഖത്തറായാലും ഈവൻ ബഹ്റൈൻ ഒക്കെ തന്നെ ആയാലും ശരി ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസാണ്. അപ്പോൾ അതൊരു യുദ്ധമുഖമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിനകത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു പിന്നെ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു ഐഡിയ ആണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്തിലെ UAE ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അത് ഇറാൻ ഓൾറെഡി അത് വളരെ ഡയറക്റ്റായിട്ട് UAE വാൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ത്രട്ടൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു പിന്നെ എന്താ പറയുക മിസ്അഡ്വഞ്ചറിന് നിങ്ങൾ മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. ഇതുവരെ കണ്ടുപോലായിരിക്കത്തില്ല. കാരണം ഇതുവരെ ഇറാൻ ടാർഗറ്റ് ചെയ്തത് അവരുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇനിയും ഇറാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കത്തില്ല. അതിനപ്പുറത്ത് അവരുടെ ഗവൺമെൻറ്റിൻ്റെയാണ് ഇതെല്ലാം ഈ എനർജി എല്ലാം തന്നെ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെയും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ ടാർഗറ്റ് ചെയ്യുമെന്ന് ഇറാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള കാർഗൈലിനെ ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ നിന്നാണ് ഇറാൻ്റെ ഏകദേശം 80 മുതൽ 90% ഓയിൽ എക്സ്പോർട്ട് കാർഗൈലിനെ കേന്ദ്രീകരിച്ചാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ ഏകദേശം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ആക്ച്വലി അത് ഇറാൻ്റെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഇറാന് അനുകൂലമല്ലാത്ത രാജ്യങ്ങളെ മാത്രം അതുവഴി കടത്തിവിടുന്നതിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പം ഇറാന് വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഇറാനായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന് മുമ്പ് അതിനുശേഷവും യുദ്ധം തുടങ്ങിയതിന് ശേഷവും ഇറാനെ വലിയ രീതിയിൽ ഈ പിന്നെ എന്താണ് പറയുന്നത് കുഴപ്പങ്ങളൊന്നും ഒന്നുകിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഒരു പിന്നെ യുദ്ധത്തിന് വിരാമം അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരു പിന്നെ അവസാനം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അതുപോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി മീൻസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. പിന്നെ ഇന്ത്യ അവർക്ക് തീർച്ചയായിട്ടും പല കാരണങ്ങളാൽ നമുക്ക് ഇതിനകത്തിൽ ഇറാന് ഒരു പിന്നെ കാരണം നമ്മുടെ പോളിസീസിനകത്തിലൊക്കെ ചില അബറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ ഇറാന് തീർച്ചയായിട്ടും ഇന്ത്യ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ തിരിച്ചതുപോലെ തന്നെ ഇന്ത്യക്കും ഇപ്പോൾ അവിടെ ഏത് ഭരണം നിലവിൽ വന്നു കഴിഞ്ഞാലും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചില വിട്ടുവീഴ്ചകളുടെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഈ പറഞ്ഞ റിലേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത വളരെ കൂടുതലാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാൻ ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ കോംപ്രമൈസുകളൊക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സൗദി ക്യാമ്പിലാണ് പാകിസ്ഥാൻ എങ്കിൽ തന്നെ ഇതുവരെ തീർച്ചയായിട്ടും ഇറാനെതിരെ എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സ്റ്റാൻഡ് ഇതിലെടുത്തായിട്ട് ഇറാന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സമീപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനോടും ഉള്ളത്. അല്ലാതെ ബാക്കി അമേരിക്കൻ ക്യാമ്പിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേലി ക്യാമ്പിലുള്ള രാജ്യങ്ങൾ ഒന്നും തന്നെ അവരുടെ കപ്പലുകൾ കടത്തിവിടുകയോ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പെർമനൻ്റായിട്ട് അല്ലെങ്കിൽ
ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷേ അത് ഇറാൻ്റെ കൺട്രോളിലാണ്. ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾ മാത്രം അതുവഴി പോകാൻ അതിനുള്ള അനുവാദം കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ യു എ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള യു എയുടെ ഈ അലൈസിനോടൊപ്പം ചേർന്ന് ഒരു മൾട്ടിനാഷണൽ അലൈസ്, കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തുറക്കാൻ വേണ്ടി അതിനൊപ്പം കൂടെ ചേരാൻ തയ്യാറാണ് എന്ന് യു എ കഴിഞ്ഞ ദിവസം പറയുകയുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അതായത് ഇറാനെതിരെ ഇപ്പം ഇതുവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ GCC രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെതിരെ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഈ സൗദി ആയാലും ശരി, ഈവൻ യു എ ആയാലും മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ. പക്ഷേ അവരവരുടെ ഈ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അമേരിക്കയ്ക്കൊപ്പമാണ്, ഇസ്രായേലിനൊപ്പമാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ രാജ്യങ്ങളെയൊക്കെ ബേസ് ചെയ്താണല്ലോ അമേരിക്ക അവരുടെ ഈ പറഞ്ഞ മിലിറ്ററി ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത്. എയർ ക്യാമ്പയിൻ അല്ലെങ്കിൽ മറ്റ് ഇൻ്റലിജൻസും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം കേന്ദ്രീകരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അവർ യുദ്ധത്തിൽ പങ്കാളികളാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരിട്ട് അവർ പിന്നെ ഫൈറ്റിങ്ങിന് അവർ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. പക്ഷേ അതല്ല നമുക്ക് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയല്ല ശരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും സൈഡിന് നമ്മുടെ ഇൻ്റലിജൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ പങ്കാളിയാണ്. അത് ചിലപ്പം പുറം ലോകം അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ തരത്തിലുള്ള ലോജിസ്റ്റിക്സ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ വളരെ സീക്രട്ടീവായിട്ട് നമുക്ക് ഈ ഇസ്രായേൽ നമ്മൾ വെപ്പൺസ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല, കൊടുക്കാം. കാരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ അതുപോലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. കാരണം ആയുധങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇസ്രായേൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അമേരിക്ക ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയോ ആയുധങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ ഓൾറെഡി സാച്ചുറേറ്റഡായി ഇൻ്റർസെപ്റ്റേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള എയർ ഡിഫൻസ് മിസൈൽസൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ആയുധം ഒരു പക്ഷേ ഈ പറഞ്ഞ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊക്കെ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും യുദ്ധത്തിൽ പാർട്ടിസിപ്പൻസ് ആണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നേരിട്ട് നമ്മൾ ഗൺ ഫൈറ്റ് നടത്തുന്നില്ലെന്ന് മാത്രം ഉള്ളൂ. അതുമാത്രമല്ല യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തൂടെ ഈ ലോജിസ്റ്റിക്സ് പോകുകയാണെങ്കിൽ ഇതിനുവേണ്ടി ഏതെങ്കിലും ഇപ്പം ഇതിനകത്ത് പങ്കെടുക്കുന്ന ഏത് രാജ്യത്തിനായാലും, ഇപ്പം പാകിസ്ഥാൻ ഇറാൻ ബോർഡറിൽ കൂടെ ഇപ്പോൾ ചൈനയുടെ ഈ വെപ്പൺസ് പാകിസ്ഥാനിൽ കൂടെ ഇറാനിൽ ചെല്ലുന്നുണ്ടല്ലോ നമുക്കറിയത്തില്ല. അങ്ങനെ സംഭവിക്കാം. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അതെല്ലാം ചെയ്യും. അവർ അമേരിക്കയുടെയും സൗദിയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും, ഇപ്പുറത്ത് ചൈനയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ചൈനയ്ക്ക് ഈ പറഞ്ഞ യുദ്ധ സമയത്ത് ഇറാന് ഈ വാർ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യേണ്ടി വരുമായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ. അപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാനിൽ കൂടെ ആയിരിക്കാം, ബലൂച്ച് ബോർഡറിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇത് ഇറാനിൽ ചെല്ലും. നമുക്കറിയത്തില്ല അതിൻ്റെ വസ്തുത അല്ലെങ്കിൽ യാഥാർത്ഥ്യം നമുക്കറിയത്തില്ല. അത് സംഭവിക്കാം തീർച്ചയായിട്ടും. കാരണം ആ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് യുദ്ധത്തിൽ ഒരു രാജ്യം പങ്കെടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ന്യൂട്രൽ ആണെങ്കിൽ, ന്യൂട്രാലിറ്റി ഉള്ള രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രീതിയിലും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ. എന്നുവെച്ചാൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ ഒരു രീതിയിലും നമ്മൾ ഈ ന്യൂട്രലായിട്ടുള്ള ഒരു രാജ്യം ഒരു രീതിയിലും സഹായിക്കാൻ പറ്റത്തില്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ന്യൂട്രലായിട്ട് നിൽക്കുക. ഈ പറഞ്ഞ ഇൻ്റലിജൻസും കൊടുക്കത്തില്ല, ലോജിസ്റ്റിക്സും കൊടുക്കത്തില്ല, അവരുടെ രാജ്യത്തെ ട്രാൻസിറ്റായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുക്കത്തില്ല, ഫൈനാൻസ് കൊടുക്കത്തില്ല ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്ക്. അവരുടെ ആകെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ പീസ് ട്രീറ്റി അല്ലെങ്കിൽ ട്രൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഒന്നുകിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആകുക, അല്ലെങ്കിൽ അതിനുള്ളൊരു ഇടം കൊടുക്കുക. അതാണ് ന്യൂട്രാലിറ്റി നമ്മൾ പറയുന്നത്. അതല്ലാത്തത് ന്യൂട്രാലിറ്റി അല്ല. അതല്ലാത്ത രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ പറയത്തില്ല, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. ഇത് ഇൻഡയറക്റ്റ് ഒന്നുമില്ല, ഇതെല്ലാം ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും GCC കൺട്രീസ് എല്ലാം ഡയറക്റ്റായിട്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബിക്കോസ് അവർ അമേരിക്കയ്ക്ക് ഇസ്രായേലിനും ഒപ്പമാണ്. കാരണം അമേരിക്കയുടെ എല്ലാം മിലിറ്ററി ബേസ് ആണല്ലോ ഇവിടെ ഉള്ളത്. ഈ മിലിറ്ററി ബേസ് അവരെന്തിനാണ് അമേരിക്ക ഇവിടെ എല്ലാം കൊണ്ട് സ്ഥാപിച്ചത്? തീർച്ചയായിട്ടും അവരുടെ എനിമി എന്ന് പറയുന്ന ഇറാനെതിരെ കോപ്പ് കൂട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് യുദ്ധത്തിൽ നമുക്ക് ഒരുപക്ഷെ ഇറാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ മിലിറ്ററി ബേസസും അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇറാൻ ടാർഗറ്റ് ചെയ്യുകയും പിന്നെ ബ്ലാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിസിപ്പേഷനിൽ ഇറാൻ്റെ അസസ്മെൻ്റ് അനുസരിച്ച് UAE ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്തിൽ പങ്കെടുക്കുന്നതാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈവൻ റഷ്യയുടെ പോലും ഇറാനുള്ള മിലിറ്ററി ഇൻ്റലിജൻസ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഇൻവേഷൻ അമേരിക്ക നടത്തുകയാണെങ്കിൽ അത് UAE ബേസ്ഡ് ആയിരിക്കും നടത്താൻ സാധ്യതയുള്ളതെന്നാണ് ഈവൻ റഷ്യൻ ഇൻ്റലിജൻസ് പോലും ഈ ഇറാന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് തീർച്ചയായിട്ടും ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കുകയാണെങ്കിൽ
അത് UAE ആയിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു UAE പിന്നെ ഇതിനുള്ള റെഡിനെസ് അവർ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇറാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള അബുദാബി, ദുബായ് ലക്ഷ്യമാക്കി വളരെ മാസീവായിട്ടുള്ള ബോംബിങ്, പൗണ്ടിങ് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം അബുദാബി ആയാലും ദുബായ് ആയാലും ഇതൊക്കെ റിസോർട്ട് ഏരിയ ആണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെയൊക്കെ എന്നാൽ റിച്ചായിട്ടുള്ള ആൾക്കാർ, ലോകത്തിലെ പല റിച്ചായിട്ടുള്ള ആൾക്കാർ അവിടെ പിന്നെ വന്നിട്ട് അവരുടെ മണി സ്പെൻഡ് ചെയ്ത് എൻജോയ്മെൻറ്റിന് വേണ്ടി, ലിഷറിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ അത് ഒരു വാർ സോണല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എസ്പെഷ്യലി UAE എന്ന് പറഞ്ഞൊരു വാർ സോണല്ല. കാരണം ഇത്രയും നാൾ അവർ നമുക്കറിയാം ഇതുപോലുള്ളൊരു യുദ്ധത്തിൽ അവർ ഇതുവരെ ഇപ്പം UAE കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യമനിലും അതുപോലുള്ള ഈ ഹോൺ ഓഫ് ആഫ്രിക്കയിലൊക്കെ തന്നെ അവർ ഈ പറഞ്ഞ ഇസ്രായേലിനൊപ്പം നിന്നിട്ടും അവരൊറ്റയ്ക്കൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ചില എന്താണ് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ഗാംബ്ലിങ് നടത്തുന്നുണ്ട്. എന്നാലും പൊതുവേ നമുക്ക് അറിയാവുന്നത് പണ്ട് മുതലേ UAE ഒന്നും ഇതുപോലുള്ള യുദ്ധങ്ങളിലൊന്നും ഏർപ്പെടുന്ന രാജ്യമൊന്നുമില്ല. മറ്റ് സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുപോലുള്ള UAEക്കൊന്നും തന്നെ വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വാർ സോണല്ല, ഇതൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു മിലിറ്ററി സോൺ അല്ലെങ്കിൽ മിലിറ്ററൈസ്ഡ് സോണൊന്നുമല്ല. ഇപ്പോൾ വാർ സോൺ ആണെങ്കിൽ അല്ലെങ്കിൽ മിലിറ്ററൈസ്ഡ് സോൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർട്ടിഫൈഡ് ഒരു വാർ സോൺ ആണെങ്കിൽ തീർച്ചയായും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇന്നത്തെ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, UAE ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും ദുബായ് അല്ലെങ്കിൽ അബുദാബിയെ പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അത്രയ്ക്ക് പിന്നെ എന്താണ് പറയുന്നത് മാസീവായിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അംബ്രല്ലയുടെ പ്രൊട്ടക്ഷനിലല്ല ദുബായും അബുദാബിയും ഒന്നും പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം അതൊരു വാർ സോണായിട്ട് അവർ ഇത്രയും നാളും അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഒന്നുകിൽ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാന് ഈ പറഞ്ഞ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ രണ്ട് സ്ഥലങ്ങളെ ഇറാൻ വളരെ മാസീവായിട്ട് ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള റീറ്റാലിയേഷൻ അല്ലെങ്കിൽ ബോംബിങ്ങിന് വിധേയമാക്കും എന്നുള്ളതാണ് നമുക്ക് ഇറാൻ്റെ പിന്നെ ഒഫീഷ്യൽസ് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞത് റിച്ച് പീപ്പിളിന് വന്ന് ടൂറിസം, ലിഷർ അല്ലെങ്കിൽ അവരുടെ മണി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു യുദ്ധത്തിൽ അമേരിക്കയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ UAE പങ്കെടുക്കുന്നു എന്നുള്ളൊരു, പ്രത്യേകിച്ച് അമേരിക്ക ലാൻഡ് ഇൻവേഷൻ നടത്തണമെങ്കിൽ അത് UAE ബേസ്ഡ് ആയിരിക്കും ഇറാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ തിരിച്ചടി UAEയിലെ ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് നേരിടേണ്ടി വരും. അത് ഇതുവരെ നമ്മൾ കണ്ട പോലെ ആയിരിക്കത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ എബ്രഹാം അക്കോർഡിൽ UAE സൈൻ ചെയ്തത് തന്നെ ഒരുപക്ഷെ വലിയൊരു ഹ്യൂജ് മിസ്റ്റേക്കായിട്ടായിരിക്കും ഇനിയിപ്പോൾ യുദ്ധത്തിന് ശേഷം അവർക്ക് തോന്നാൻ പോകുന്നത്. കാരണം അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം യുദ്ധം ഉണ്ടാകുമ്പോൾ ഇപ്പം ഉദാഹരണം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഈ ചൈന പാകിസ്ഥാനെ വളരെ ഹോൾസെയിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഇതിലും. അത് വളരെ ഓപ്പണായിട്ടാണ്, ഒളിഞ്ഞൊന്നുമില്ല, തെളിഞ്ഞു തന്നെയാണ്. അപ്പം ചൈനയുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനൊക്കെ പാകിസ്ഥാനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചൈനയുടെ റഡാറോ അല്ലെങ്കിൽ എയർബോൺ ഐവാക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇറാൻ ഈ ബോംബ് ഇട്ട് നശിപ്പിക്കുന്നില്ല അമേരിക്കയുടെ വില കൂടിയ സാധനങ്ങളൊക്കെ തന്നെ. അതുപോലെ ചൈനയുടെ പാകിസ്ഥാനിൽ കാണുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഒരു ടാർഗറ്റ് ചെയ്യത്തില്ലേ, ടാർഗറ്റ് ചെയ്യും തീർച്ചയായിട്ടും. കാരണം യുദ്ധത്തിനകത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു ഈ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് വെച്ച സാധനത്തെ മാത്രമല്ലല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ തിരിച്ചും ഇപ്പോൾ നമ്മൾ റഷ്യയുടെ S-400 ഈ ഉപയോഗിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ബോംബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോംബ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും. അത് റഷ്യയുടെ എന്നും പറഞ്ഞാൽ അതിനെ സ്പെയർ ചെയ്യത്തില്ല ഒരിക്കലും. കാരണം യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിമീസാണ്. അപ്പോൾ എനിമീസിൻ്റെ ഏതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറും ഇൻസ്റ്റലേഷനും ഈ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്കറിയാവുന്ന നമ്മുടെ ഇൻ്റലിജൻസ് അസസ്മെൻറ്റിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്യുകയും അതിനെ പിന്നെ ബ്ലാസ്റ്റ് ചെയ്ത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും
അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയൊക്കെ മിലിറ്ററി ഇൻ്റലിജൻസ് ഇൻസ്റ്റലേഷൻസ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇറാനെതിരെ ഉപയോഗിക്കാനല്ലയോ അതവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകുമ്പോൾ ഇറാൻ നാച്ചുറലി ഈ പറഞ്ഞ പിന്നെ സ്പോട്ടുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളോ ഒക്കെ തന്നെയല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അസറ്റിനെയൊക്കെ തന്നെയല്ലേ ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ. അപ്പോൾ അത് ക്വൈറ്റ് നാച്ചുറൽ. അത് വേറെ എന്താ നമുക്കൊരു റോങ് ആയിട്ടുള്ള അതിൽ ഒരു ഇറാൻ ഇതിനെയൊക്കെ ടാർഗറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ. കാരണം ഇതെല്ലാം ഇറാനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയില്ലേ അവരിവിടെ ഇത് ഈ അമേരിക്കയോടുള്ള ബിസിനസ് ഈ ഡിഫൻസ് ടൈപ്പിൽ കൂടെ മിലിറ്ററി ബേസിൽ കൂടെ അവരിതോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഇറാൻ ടാർഗറ്റ് ചെയ്ത് ഇതും അവരുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെയായിരുന്നു. കാരണം ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് ഇറാൻ അവരുടെയും എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്തു. അപ്പം ഇനിയും ഇങ്ങനെയാണെങ്കിൽ ഈ കരയുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് UAE ബേസ് ചെയ്തായിരിക്കും എന്നുള്ളതാണ് ഇറാൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്. അപ്പോൾ അതിൽ നിന്നും തീർച്ചയായിട്ടും ഇതുവരെ കണ്ടതിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ബോംബിങ് പിന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നും UAE ഈ പറഞ്ഞ പ്രത്യേകിച്ച് ദുബായ് അബുദാബി കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്നാണ് ഇറാൻ UAEക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ ലീഡേഴ്സ് വളരെ ലോജിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ അവിടെ പിന്നെ ജോലിക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ജീവിക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവനും അല്ലെങ്കിൽ എന്താ പറയുക ലൈഫിനൊക്കെ തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ, അവിടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു.